അങ്ങനെ 13-ാമത്തെ വയസ്സിൽ അബ്ദുൽ കരീം ഖാമിൻ്റെ ശിഷ്യനായ സവായി ഗന്ധർവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന് ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്യുന്നു അല്ലേ. അങ്ങനെ മ്യൂസിക്കിൽ ഇദ്ദേഹത്തിനുള്ള ഒരു ഇൻട്രസ്റ്റ് പരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് കഠിനമായിട്ടുള്ള ശ്രമങ്ങൾ തന്നെ, കഠിനമായിട്ടുള്ള കുറച്ച് പരീക്ഷണങ്ങൾ തന്നെ നമ്മുടെ ഗുരു ഭീമസേൻ ജോഷിക്ക് നൽകുകയാണ് കേട്ടോ. സോ നെക്സ്റ്റ് പേജ്. അങ്ങനെ തുടക്കത്തിലൊക്കെ മ്യൂസിക് സംഗീതം കേൾക്കുക എന്നുള്ളത് ഒറ്റൊരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ശുരുവിക്ക് 2 സാൽ. ഓക്കെ, തുടക്കത്തിലുള്ള 2 വർഷം പാട്ട് കേട്ട് പഠിക്കുക, അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അവർ ഉനിക്ക് തര ഗാനയ്ക്ക് കോശിഷ് കർത്തെ രഹേ. അങ്ങനെ അദ്ദേഹത്തിനെ പോലെ പാടാൻ വേണ്ടി ഇങ്ങനെ കേട്ട് പഠിക്കുക എന്നുള്ള ഒറ്റ ജോലി മാത്രമാണ്. 2 സാൽ ബാദ് ശിക്ഷ ശുരു ഹുയി. അങ്ങനെ 2 വർഷത്തിന് ശേഷമാണ് ആ പഠനം ആരംഭിച്ചത്, സംഗീത പഠനം ആരംഭിച്ചത്. സുബ ജൽദി ഉടുക്കർ പഹലെ 3-4 घंटे व्यायाम करते और फिर लगभग 9 घंटे रियाज करते. बीच में गुरु कहते रहते अभी बात बनी नहीं. इस पर वे अपनी कोशिश और भी बढ़ा देते एवं रियाज में लग जाते. അതായത് രാവിലെ 3-4 മണിക്കൂർ, രാവിലെ നേരത്തെ എണീറ്റ് 3-4 മണിക്കൂർ വ്യായാമം ചെയ്യും. അതിനുശേഷം എന്താ പറയുന്നത്, പ്രാക്ടീസ് ചെയ്യും, മ്യൂസിക് പ്രാക്ടീസ് ചെയ്യും, ഗുരുവിനെ പാടി കേൾപ്പിക്കുക. അപ്പോഴൊക്കെ ഗുരു പറയും ആയിട്ടില്ല, എന്തായിട്ടില്ല, മ്യൂസിക് അങ്ങോട്ട് എത്തിയിട്ടില്ല, ഒന്നും കൂടി ട്രൈ ചെയ്യുമെന്ന് പറയും. ഓക്കെ, അങ്ങനെ വീണ്ടും ഇദ്ദേഹം ഇങ്ങനെ പാട്ട് പാടി കേട്ടും പാടിയെല്ലാം പഠിക്കുകയാണ് അല്ലേ. സോ നെക്സ്റ്റ് പാരഗ്രാഫ് देखिए. गुरुजी के साथ उनके कार्यक्रमों में गाकर उनमें अद्भुत आत्मविश्वास पैदा हुआ. അങ്ങനെ പോകെ ഗുരുവിൻ്റെ കൂടെ ഇങ്ങനെ പാടി അദ്ദേഹത്തിന് എന്താ പറയുക, അത്ഭുതം മീൻസ് ഇമ്മൻസ് ആണ്, അനോഖി, വിചിത്രമായിട്ടുള്ള ഒരു എന്താ പറയുക, സെൽഫ് കോൺഫിഡൻസ് അദ്ദേഹത്തിന് വന്നു ഇങ്ങനെ പാടി. ഓക്കെ, അപ്പോൾ ഗായൻ കോനോനെ അപ്ന ലക്ഷ്യ ബനാ ലിയ. അങ്ങനെ പാടാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യത്തിൽ അദ്ദേഹം എത്തി.